ഹായ്, ഞാൻ നീതു ജിജി. ഇന്നത്തെ വീഡിയോയിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പോളിറ്റിക്സ് എന്ന പേപ്പറിന്റെ രണ്ടാമത്തെ മൊഡ്യൂളുമായിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത്. ബേസിക് ഫീച്ചേഴ്സ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നതാണ് നമ്മുടെ രണ്ടാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത്. ബേസിക് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ നമ്മൾ രണ്ടാമത്തെ മൊഡ്യൂള് അതിൽ നമുക്ക് ആദ്യം പഠിക്കാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ. നമ്മൾ ഒന്നാമത്തെ മൊഡ്യൂളിന്റെ ലാസ്റ്റ് അതിനെപ്പറ്റി പറഞ്ഞിരുന്നു ഇല്ലേ, ലക്ഷ്യപ്രഖ്യാപന പ്രമേയം ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച. അപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ അറിയാലോ, നമ്മൾ ആദ്യം തുടക്കത്തിൽ പറഞ്ഞു എങ്ങനെയാണ് ഇന്ത്യ രൂപപ്പെട്ടതെന്ന് പറഞ്ഞു. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ രൂപീകരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ആദ്യത്തെ മൊഡ്യൂളിൽ പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്തെല്ലാമാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്താണ്, അതൊരു എസ്സേ അല്ലെങ്കിൽ ഷോർട്ട് എസ്സേ ഒക്കെ ആയിട്ട് ചോദിക്കാറുള്ളതാണ്. പിന്നെ ബേസിക് ഫീച്ചേഴ്സ് ഓഫ് ഇത് ഈ ഒരു ടോപ്പിക്, അതായത് ബേസിക് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ മാത്രം, ആ ഒരു ടോപ്പിക്ക് മാത്രമായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് തന്നെ അതിൽ പറയുന്നുണ്ട്, നിങ്ങൾ ആ വീഡിയോ കാണണം. പിന്നെ എന്താണ് പറയാ, നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് വളരെ സമഗ്രമായ ഒന്നാണ് ഇല്ലേ. മറ്റു രാജ്യങ്ങളുടെ ഭരണഘടനയെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് തികച്ചും വ്യത്യസ്തമാണ്, കൂടാതെ അതുല്യവുമാണ് അല്ലെ. എന്താ പറയാ, സോവറിൻ ആൻഡ് റിപ്പബ്ലിക് ആണ്, പാർലമെന്ററിയും പ്രസിഡൻഷ്യലും തമ്മിലുള്ള ഒരു കൂടിച്ചേരലാണ്. അങ്ങനെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് അപ്പൊ എന്തൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള നമ്മുടെ ഫീച്ചേഴ്സ് എല്ലാം നമ്മൾ ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്നതാണ്. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ മൊഡ്യൂളിലെ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ. 1947 ജനുവരി 22 ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ വെച്ച് ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രഖ്യാപന പ്രമേയം. അതില് പ്രധാനമായിട്ടും ഇന്ത്യൻ ഭരണഘടനയുടെ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് എന്തെല്ലാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അന്ന് ഈ സമ്മേളനത്തിൽ വെച്ച് ഇത് അവതരിപ്പിക്കുകയും എല്ലാവരും അത് അംഗീകരിക്കുകയും അങ്ങനെ ഇന്ത്യൻ ഭരണഘടന ആമുഖമാക്കി അത് മാറ്റുകയും ചെയ്തിരുന്നു. അപ്പൊ ഇതിൽ പറയുന്ന മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇന്ത്യ ഒരു പരമാധികാര സ്വതന്ത്ര റിപ്പബ്ലിക് ആക്കുക. 2, എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളിലും സ്വയംഭരണത്തിലൂടെയുള്ള ജനാധിപത്യ രാഷ്ട്രീയ സംവിധാനം നടപ്പിലാക്കുക. ഗവൺമെന്റിന്റെ എല്ലാ അധികാരങ്ങളും അവകാശങ്ങളും ജനങ്ങൾക്കായിരിക്കണം നൽകേണ്ടത്, അല്ലെങ്കിൽ ജനങ്ങളിൽ നിക്ഷിപ്തമായിരിക്കണം. ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ നീതി ഉറപ്പാക്കുക. പിന്നോക്ക വിഭാഗങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക. ലോക സമാധാനം പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മുടെ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനകത്തെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയണം. അപ്പൊ ഇതെല്ലാവരും അംഗീകരിക്കുകയും, അതായത് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ എല്ലാവരും അംഗീകരിക്കുകയും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആമുഖത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. അപ്പൊ ഇനി നമ്മൾ വളരെ പ്രധാനപ്പെട്ട, അതായത് നമ്മുടെ ഈ മൊഡ്യൂളിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, അതായത് ബേസിക് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ അതിലേക്കാണ് നമ്മൾ ഇനി കടക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ബേസിക് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത്. ഫസ്റ്റ് എന്ന് പറയുന്നത് ലെങ്തസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. ലോകത്തിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ എഴുതപ്പെട്ട ഭരണഘടന എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ്. നമ്മുടെ തുടക്കത്തിൽ, അതായത് 1950 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് 395 ആർട്ടിക്കിളും 22 പാർട്ടും 8 ഷെഡ്യൂളുമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ 448 ആർട്ടിക്കിൾസ്, 25 പാർട്സ്, 12 ഷെഡ്യൂൾസ്, 104 അമെന്റ്മെന്റ്സ് നടന്നു കഴിഞ്ഞു. അപ്പോ ഇതിങ്ങനെ എന്താണ്, കൂടിക്കൊണ്ടേയിരിക്കും. രണ്ടാമത്തെ പോയിന്റ് ബോറോഡ് സോഴ്സ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് നമ്മുടെ ഭരണഘടന എഴുതിയത്, അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടനയിലേക്ക് നമ്മൾ പല രാജ്യത്തിന്റെയും ഭരണഘടന കടമെടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രമേ പറയുന്നുള്ളൂ. അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935, അതിൽ കൊണ്ടുവന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഇപ്പോഴും ഫോളോ ചെയ്യുന്നതെന്ന് പറഞ്ഞിരുന്നു ഇല്ലേ. പ്രധാനമായിട്ട് നമ്മുടെ ഫെഡറൽ സ്കീം, ഓഫീസ് ഓഫ് ദി ഗവർണർ, ജുഡീഷ്യറി ആൻഡ് UPSC തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയത് ആ ഒരു നിയമത്തിൽ നിന്നാണ്. അതേപോലെ തന്നെ UK പാർലമെന്ററി ഗവൺമെന്റ്, റൂൾ ഓഫ് ലോ, ലെജിസ്ലേറ്റീവ് പ്രൊസീജിയർ, സിംഗിൾ സിറ്റിസൺഷിപ്പ്, ക്യാബിനറ്റ് സിസ്റ്റം, ഇതെല്ലാം നമ്മൾ എടുത്തിട്ടുള്ളത് UK ആണ്. USA ആണെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് എടുത്തിട്ടുണ്ട്, ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി, ജുഡീഷ്യൽ റിവ്യൂ, ഇംപീച്ച്മെന്റ് ഓഫ് പ്രസിഡന്റ്, ഇതൊക്കെ നമ്മൾ കടമെടുത്തത് USA നിന്നാണ്. പിന്നെ ഐറിഷിലാണെങ്കിൽ DPSP ഇല്ലേ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, നമ്മുടെ നിർദ്ദേശക തത്വങ്ങൾ. അതേപോലെ മെത്തേഡ് ഓഫ് ഇലക്ഷൻ ടു ദി പ്രസിഡന്റ്, എങ്ങനെയാണെന്ന് അദ്ദേഹത്തെ തെരഞ്ഞെടുക്കുന്ന ആ രീതിയൊക്കെ നമ്മൾ കടമെടുത്തത് ഐറിഷ് ഭരണഘടനയിൽ നിന്നാണ്. കനേഡിയൻ ഭരണഘടനയിലാണെങ്കിൽ നമ്മൾ അപ്പോയിന്റ്മെന്റ് ഓഫ് ഗവർണേഴ്സ്, റെസിഡ്യൂറി പവേഴ്സ് എന്താണ് കേന്ദ്രത്തിന്റെ, അപ്പൊ അതൊക്കെ കടമെടുത്തത് അവിടെ നിന്നാണ്. ഓസ്ട്രേലിയ ആണെങ്കിൽ എന്താണ് കൺകറന്റ് ലിസ്റ്റ്, ജോയിന്റ് സിറ്റിംഗ് ഓഫ് പാർലമെന്റ്, അതൊക്കെ നമ്മൾ എടുത്തത് അവിടെ നിന്നാണ്. പിന്നെ അപ്പോൾ നമ്മൾ ഓസ്ട്രേലിയയിലാണെങ്കിൽ പറഞ്ഞു കൺകറന്റ് ലിസ്റ്റ്, ജോയിന്റ് സിറ്റിംഗ് ഓഫ് പാർലമെന്റ് ഒക്കെ പറഞ്ഞു. ഇത് കൂടാതെ ഇനിയുണ്ട് സൗത്ത് ആഫ്രിക്ക, ഫ്രാൻസ്, റഷ്യ, അതായത് ഇപ്പോഴത്തെ USSR,
ഇവിടെ നിന്നൊക്കെ നമ്മൾ കടമെടുത്തിട്ടുണ്ട്. ജർമ്മനി, ഫ്രാൻസ്, ഇവിടെ നിന്നൊക്കെ നമ്മൾ കടമെടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം, പഠിച്ചോണം. വൺ വേർഡ് ഒക്കെ ചോദിക്കാറുണ്ട്. പിന്നെ എവിടെ നിന്നാണ്, അല്ലെങ്കിൽ ഏത് രാജ്യത്ത് നിന്നാണ് നമ്മൾ കടമെടുത്തതെന്നൊക്കെ വൺ വേർഡ് വരാറുണ്ട്. നമ്മുടെ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഫെഡറൽ സിസ്റ്റം വിത്ത് യൂണിറ്ററി ഇൻ സ്പിരിറ്റ്. കേന്ദ്രീകരണത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ഫെഡറൽ സംവിധാനമാണ് ഇന്ത്യയിലുള്ളത്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഒരിക്കൽ പോലും പറയുന്നില്ല ഒരു ഫെഡറൽ എന്നുള്ളൊരു വാക്ക് ഉപയോഗിക്കുന്നേയില്ല. പകരം ഇന്ത്യൻ ഒരു യൂണിയൻ, അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു യൂണിയൻ ആണ്, ഒരു കൂട്ടായ്മയാണ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഫെഡറൽ ആണെന്നൊന്നും ഒരു വാക്ക് ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ എപ്പോഴും എന്താണ്, കേന്ദ്രീകരണത്തിൽ അല്ലെങ്കിൽ കേന്ദ്രത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ഫെഡറൽ സംവിധാനമാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. അതേപോലെ എ കോമ്പിനേഷൻ ഓഫ് റിജിഡിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി. എന്താണ്, നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത് ദൃഢവുമാണ് അയവുള്ളതുമാണ്, ഇല്ലേ? എല്ലാ നിയമങ്ങളും നമുക്ക് പെട്ടെന്ന് അമെൻമെന്റ് ചെയ്യാൻ പറ്റുന്നതല്ല. ചിലത് വളരെ ദൃഢമായിട്ടുള്ളതാണ്, എന്നാൽ ചിലത് പെട്ടെന്ന് തന്നെ അമെൻമെന്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുമുള്ളതുണ്ട്. അപ്പോൾ രണ്ടിന്റെയും കൂടെ ഒരു കോമ്പിനേഷൻ ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അഞ്ചാമത്തെ പോയിന്റ് പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ്. പാർലമെന്ററി രീതിയിലുള്ള ഒരു ഭരണ സംവിധാനമാണ് നമ്മൾ തെരഞ്ഞെടുത്തത്, അല്ലെ? അതായത് നമ്മൾ ജനങ്ങൾ തന്നെ നമ്മുടെ ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നു, അവരാണ് നമ്മളെ ഭരിക്കുന്നത്. ഇവിടെ ജനങ്ങൾക്കാണ് ആധിപത്യം, അല്ലെങ്കിൽ ജനങ്ങൾക്കാണ് കൂടുതൽ അധികാരം. നമ്മളിൽ നിന്നും തന്നെ ഒരു വ്യക്തിയെ നമ്മളെ ഭരിക്കാനായിട്ട് തെരഞ്ഞെടുക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ്, ഒരു പാർലമെന്ററി സിസ്റ്റമാണ് നിലനിൽക്കുന്നത്. പാർലമെന്ററി സോവറിറ്റി ആൻഡ് ജുഡീഷ്യൽ സുപ്രമസി. അതായത് പാർലമെന്ററി പരമാധികാരവും അതേപോലെ തന്നെ നീതിന്യായ വ്യവസ്ഥയ്ക്കുള്ള മേൽക്കോയ്മ അല്ലെങ്കിൽ പരമാധികാരം. നമുക്കറിയാം നമ്മുടെ രാജ്യത്തിന്റെ നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവരുന്നത് പാർലമെന്റ് ആണ്. അപ്പൊ പാർലമെന്റ് പാസ്സാക്കുന്ന നിയമങ്ങള് ഭരണഘടനയ്ക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് അനുയോജ്യമാണോ അതോ അതിന് വിരുദ്ധമായിട്ടുള്ളതാണോ എന്നൊക്കെ നോക്കാനും, അഥവാ അത് വിരുദ്ധമായിട്ടുള്ളതാണെങ്കിൽ അത് പിൻവലിക്കാനുള്ള ഉത്തരവ് കൊണ്ടുവരാനൊക്കെ കോടതിക്ക് അധികാരമുണ്ട്. അപ്പൊ ഏഴാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്, മൗലികാവകാശങ്ങൾ. അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 3 ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയുള്ള വകുപ്പുകളിലായിട്ടാണ് ഇതിനെപ്പറ്റി പ്രതിപാദിക്കുന്നത്. അമേരിക്കയുടെ ബിൽ ഓഫ് റൈറ്റ്സ് എന്ന ഭാഗത്ത് നിന്നാണ്, അതായത് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ബിൽ ഓഫ് റൈറ്റ്സ് എന്ന ഭാഗത്ത് നിന്നാണ് നമ്മളിത് കടമെടുത്തിട്ടുള്ളത്. ഇന്ത്യയിലെ പൗരന്മാർക്ക് ഏറ്റവും അനിവാര്യമായ ഒന്ന് തന്നെയാണ് നമ്മുടെ മൗലിക അവകാശം എന്ന് പറയുന്നത്. ഈ റൈറ്റ്സിൽ ഏതെങ്കിലും ഒന്ന് എന്താണ് നിഷേധിക്കപ്പെടുകയാണെങ്കിൽ അത് നമുക്ക് നേടിയെടുക്കാനുള്ള റൈറ്റ്സും ഇന്ത്യൻ ഭരണഘടന തരുന്നുണ്ട്, ഇല്ലേ? നമുക്ക് പറയുന്ന നമ്മുടെ പ്രധാനമായിട്ട് നമുക്ക് 6 റൈറ്റ്സ് ആണ് അതിനകത്ത് പഠിക്കാനുള്ളത്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു റൈറ്റ്സ് നമുക്ക് നിഷേധിക്കപ്പെടുകയാണെങ്കിൽ നമുക്കത് നേടിയെടുക്കാനായിട്ട് കഴിയുന്നതാണ്. അതേപോലെ തന്നെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി DPSP നിർദ്ദേശക തത്വങ്ങൾ. ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 4 ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയുള്ള വകുപ്പുകളായിട്ടാണ് DPSP കുറിച്ച് പറയുന്നത്. അതായത് ഐറിഷ് ഭരണഘടനയിൽ നിന്നാണ് നമ്മൾ DPSP കടമെടുത്തിട്ടുള്ളത്. DPSP എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടന നമ്മുടെ ഗവൺമെന്റിന് നൽകുന്ന നിർദ്ദേശങ്ങളാണ്. എങ്ങനെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകണം, അല്ലെങ്കിൽ ജനങ്ങളെ എങ്ങനെ സംരക്ഷിക്കണം, അപ്പൊ അങ്ങനെ നൽകുന്ന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്നാണ് DPSPയിലൂടെ പറയുന്നത്. പിന്നെന്താണ് പറയുന്നത്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. നമുക്ക് ചില അവകാശങ്ങൾ തരുന്നത് പോലെ തന്നെ നമ്മൾ തിരിച്ചു ചെയ്യേണ്ട ചില കടമകളുണ്ട്. അതായത് രാജ്യത്തോട് നമ്മൾ പാലിക്കേണ്ട ചില കടമകൾ. ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 4A ഡ്യൂട്ടീസിനെ പറ്റി പ്രതിപാദിക്കുന്നത്. അതായത് 51A 4A 51A. അപ്പൊ അതാണ് ഡ്യൂട്ടീസ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. പോപ്പുലർ സോവറിറ്റി എന്ന് പറയുന്നത് എന്താണ്, ജനങ്ങൾക്കാണ് പരമാധികാരം. രാജ്യത്തിന്റെ പരമാധികാരം എന്ന് പറയുന്നത് ജനങ്ങളെ നിഷിദ്ധമാണ് എന്ന് അതിൽ ചൂണ്ടിക്കാണിക്കുന്നു അല്ലെങ്കിൽ പ്രതിപാദിക്കുന്നു. അതായത് ജനങ്ങളാൽ നിർമ്മിച്ച ഭരണഘടനയാണ്, ജനങ്ങളാൽ തന്നെ അവരുടെ പ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നു, അവരാൽ തന്നെ ഭരിക്കപ്പെടുന്നു. ഇല്ല, ഇവിടെ ജനങ്ങൾക്കാണ് ആധിപത്യം എന്ന് പറയുന്നതാണ് പോപ്പുലർ സോവറിറ്റി എന്ന് പറയുന്നതോട് ഉദ്ദേശിക്കുന്നത്. പിന്നെ പറയുന്നത് സെക്യുലർ സ്റ്റേറ്റ്സ്, അതായത് മതേതര രാഷ്ട്രം, അല്ലെ? സെക്യുലർ സ്റ്റേറ്റ്, എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്ന രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. നമ്മൾ നമ്മുടെ രാജ്യത്ത് ഏതെങ്കിലും ഒരു മതത്തിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, അങ്ങനെ ഒരു കാര്യമേ ഇല്ല. എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്ന രാജ്യമാണ് എന്ന് നമ്മൾ പറയുന്നതാണ് ഇത് സെക്യുലർ സ്റ്റേറ്റ് നമ്മൾ അർത്ഥമാക്കുന്നത്. പിന്നെ പറയുന്നത് സിംഗിൾ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് സിംഗിൾ സിറ്റിസൺഷിപ്പ്. നമ്മുടെ രാജ്യത്തിന് എന്താണ്, ഒരു കോൺസ്റ്റിറ്റ്യൂഷനും അതേപോലെ ഒരു പൗരത്വവും മാത്രമാണ്. ചില രാജ്യങ്ങൾക്ക് എന്ത് സെപ്പറേറ്റ് ഉണ്ട്, ഇല്ല? കേന്ദ്രത്തിന് വേറെ കോൺസ്റ്റിറ്റ്യൂഷൻ, എന്താണ് സംസ്ഥാനത്തിന് വേറെ, അതേപോലെ തന്നെ 2 പൗരത്വമുള്ള രാജ്യങ്ങളുണ്ട്. പക്ഷെ നമ്മുടെ രാജ്യത്തിന് എന്താണ്, ഇത് സിംഗിൾ ആണ്. മറ്റു ഫെഡറൽ രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യ തികച്ചും വ്യത്യസ്തമാണ്, ഇല്ലേ? അവിടെ സിംഗിൾ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് സിംഗിൾ സിറ്റിസൺഷിപ്പ് മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ആൻഡ് ഇന്റഗ്രേറ്റഡ് ജുഡീഷ്യറി.
സ്വതന്ത്രവും ഏകീകൃതവുമായിട്ടുള്ള ഒരു നീതിന്യായ വ്യവസ്ഥയാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. ഏറ്റവും തലപ്പത്ത് സുപ്രീം കോടതി, അതിന്റെ താഴെ ഹൈക്കോടതി, അങ്ങനെ കോടതികളെ പലതായിട്ട് തരംതിരിക്കുന്നു. പിന്നെ ഹൈക്കോടതിയുടെ താഴെയാണ് മറ്റു പല കീഴ്ക്കോടതികളും നിലകൊള്ളുന്നത്. അപ്പോൾ നമുക്ക് രാജ്യത്തെ ഏറ്റവും വലിയ അപ്പീൽ കോടതി എന്ന് പറയുന്നത് സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതിയാണ് കോടതികളുടെ തലപ്പത്തുള്ളത്. അപ്പോൾ മറ്റു കോടതികളെല്ലാം നിയന്ത്രിക്കുന്നത് സുപ്രീം കോടതിയാണ്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് പ്രൊവിഷൻസ് ഫോർ ജുഡീഷ്യൽ റിവ്യൂ, അതായത് നീതിന്യായ പുനഃപരിശോധനയ്ക്കുള്ള അധികാരം. ഒരു ഫെഡറൽ സംവിധാനത്തില് സുപ്രീം കോടതിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്, അല്ലെങ്കിൽ ചില പ്രത്യേക അധികാരങ്ങൾ നൽകുന്നുണ്ട്. അതായത് നമ്മുടെ രാജ്യത്ത് നമ്മൾ പറഞ്ഞില്ല, എല്ലാ നീതിന്യായ വ്യവസ്ഥയുടെ തലപ്പത്തെന്ന് പറയുന്നത് സുപ്രീം കോടതിയാണ്. എല്ലാ മറ്റു കോടതികളും അതിന്റെ കീഴിലാണ് വരുന്നത്. അപ്പോൾ സുപ്രീം കോടതിക്ക് മാത്രം വരുന്ന ഒരു അധികാരമാണ് ജുഡീഷ്യൽ റിവ്യൂ, അല്ലെങ്കിൽ പുനർപരിശോധിക്കാനുള്ള അധികാരം. അപ്പൊ നമ്മുടെ ഗവൺമെന്റ് അല്ലെങ്കിൽ പാർലമെന്റ് പാസ്സാക്കുന്ന നിയമങ്ങള് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അനുയോജ്യമാണോ അതോ അതിന് വിരുദ്ധമാണോ എന്ന് നോക്കാനുള്ള അധികാരം സുപ്രീം കോടതിക്കാണ്. അപ്പൊ അത് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിയമമാണ് അല്ലെ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്. അതായത് ഭരണഘടനാ വിരുദ്ധ നിയമങ്ങൾ, അതായത് ഗവൺമെന്റ് കൈക്കൊള്ളുന്ന ഭരണഘടനാ വിരുദ്ധ നിയമങ്ങൾ അസാധുവാക്കാനുള്ള സുപ്രീം കോടതിയുടെ അധികാരത്തെ, അല്ലെങ്കിൽ അത് പുനർപരിശോധിക്കാനുള്ള സുപ്രീം കോടതിയുടെ അധികാരത്തെയാണ് നമ്മൾ ജുഡീഷ്യൽ റിവ്യൂ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. പിന്നെ എന്ന് പറഞ്ഞത് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്, പ്രായപൂർത്തി വോട്ടവകാശം അല്ലെ. ഇന്ത്യയിൽ 18 വയസ്സ് പൂർത്തിയായ ഏതൊരു ഇന്ത്യൻ പൗരനും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുകയും അതിലൂടെ വോട്ട് ചെയ്യാനുള്ള അവകാശം ലഭിക്കുകയും ചെയ്യുന്നതാണ്. അപ്പൊ ആദ്യകാലത്ത് ഇന്ത്യയിൽ 21 വയസ്സായിരുന്നു ഇല്ല വോട്ട് ചെയ്യാനുള്ള പ്രായം എന്ന് പറയുന്നത്. പിന്നീട് 1989 61ാം അമെന്റ്മെന്റ് പ്രകാരമാണ് 21 ഉള്ളത്. നമ്മൾ എത്രയായി മാറ്റി? 18 വയസ്സായിട്ട് കുറച്ചത്. ബൈക്കമാറൽ ലെജിസ്ലേച്ചർ, അതിമണ്ഡല നിയമനിർമ്മാണ സഭ, അതായത് ഇന്ത്യൻ പാർലമെന്റ് എന്ന് പറയുന്നത് ലോക്സഭയും രാജ്യസഭയും, അതാണ് ബൈക്കമാറൽ ലെജിസ്ലേച്ചർ എന്ന് പറയുന്നത്. പാർലമെന്റ് എന്ന് പറയുമ്പോൾ ലോക്സഭ, രാജ്യസഭ, പ്രസിഡന്റ്, ഇവർ മൂന്നും അടങ്ങുന്നതാണ് പാർലമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ പാർലമെന്റിന്റെ 2 മണ്ഡലങ്ങൾ, അതാണ് ബൈക്കമാറൽ ലെജിസ്ലേച്ചർ എന്ന് പറയുന്നത്, അതായത് ലോക്സഭയും രാജ്യസഭയും. പിന്നെ എന്ന് പറയുന്നത് 3 ടയർ സിസ്റ്റം. നമുക്കറിയാം, നമ്മുടെ പഞ്ചായത്ത് രാജ് സിസ്റ്റത്തെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ത്രിതല പഞ്ചായത്ത് ഇല്ലേ. ഏറ്റവും മുകളിൽ കേന്ദ്ര ഗവൺമെന്റ്, അത് കഴിഞ്ഞാൽ താഴെ സംസ്ഥാന ഗവൺമെന്റ്, ഏറ്റവും താഴെ എന്ന് പറയുന്നത് നമ്മുടെ പഞ്ചായത്ത്, അതായത് നമ്മുടെ ലോക്കൽ ഗവൺമെന്റ്. അപ്പൊ ആ ഒരു ത്രിതല വ്യവസ്ഥയാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. അപ്പൊ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ ഒരു ടോപ്പിക്ക് മാത്രമായിട്ട് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾക്ക് കണ്ടാൽ ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അതിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. ഇത് ഉറപ്പായിട്ടും മെസ്സേജ് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യയുടെ ബേസിക് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്. നമ്മൾ ഇന്ന് 2ാമത്തെ മൊഡ്യൂൾ, നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പേപ്പറിന്റെ 2ാമത്തെ മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്തു. ആദ്യത്തെ ക്ലാസ് ആണ്. ഇനി നമ്മൾ ബാക്കി അതിന്റെ നെക്സ്റ്റ് നമ്മൾ തുടങ്ങാൻ പോകുന്നത് പ്രിയാമ്പിൾ ആണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആമുഖത്തെ കുറിച്ചാണ്. നമ്മളത് അടുത്ത വീഡിയോയിലൂടെ പറയുന്നതായിരിക്കും.